ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 9 ശ്ലോകം 7. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപേക്ഷി ദൃഷ്ട്യാ വൃഷോ കുരുക്ഷതിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠ ഇതി ദ്രുഹിണ വർണ്ണിത സുഗുണബം ഹിമാ പാഹി മാം. അല്ലയോ വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ട മഹത്തായ മാഹാത്മ്യത്തോടു കൂടിയവനും മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്നവനും സർവശക്തനുമായ ഹരേ, ജയിച്ചാലും ജയിച്ചാലും എന്റെ ഭാഗ്യം നിമിത്തം അങ്ങ് എന്റെ ദൃഷ്ടിക്ക് ഗോചരമായി ഭവിച്ചിരിക്കുന്നു. എത്രയും വേഗത്തിൽ എന്റെ ബുദ്ധിയെ ലോക സൃഷ്ടി എന്ന കർമ്മത്തിൽ സാമർഥ്യമുള്ളതാക്കി തീർത്താലും എന്നിങ്ങനെ ബ്രഹ്മാവിനാൽ വാഴ്ത്തപ്പെട്ട സ്വന്തം ഗുണങ്ങളുടെ ബാഹുല്യത്തോടു കൂടിയ അങ്ങ് എന്നെ രക്ഷിക്കണമേ. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തന്റെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാനോട് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എനിക്കതിനുള്ള സാമർഥ്യം ഉണ്ടാക്കി തന്നാല്. നമ്മൾ എന്ത് ചെയ്താലും അത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമ്മൾക്കത് ചെയ്യാൻ കഴിഞ്ഞത്. ഭഗവാന്റെ ഒരു ഉപകരണമാക്കുകയാണ് നമ്മളെ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട്. അപ്പൊ ഞാൻ ചെയ്തു, ഞാനത് ചെയ്തു എന്നുള്ള ഭാവം വെടിഞ്ഞിട്ട് എല്ലാം എൻ്റെ പൊന്നു ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഈ കാര്യങ്ങള് ഈ ശരീരം ഉപയോഗിച്ച് ഭഗവാന്റെ കൃപ കൊണ്ട് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്നതെന്നുള്ള ഒരു ഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ഒന്നിന്റെയും കർത്തൃത്വ ബോധം നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. എല്ലാം ആ പാദത്തിൽ അങ്ങ് സമർപ്പിച്ചേക്കുക. എല്ലാം ആ ഭഗവാന്റെ കൃപ കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഭഗവാനില് അകമഴിഞ്ഞ വിശ്വാസം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.